ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് ഡെസിമൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ വിച്ച് ടു ഹോൾ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ആർ ദ ഗിവൺ നമ്പേഴ്സ് ലൈ, വിച്ച് ഓഫ് ദീസ് ഹോൾ നമ്പേഴ്സ് ഈസ് നിയറർ ദ നമ്പർ? അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 0.8 കൊടുത്തിട്ടുണ്ട്, 9.3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 0.8. അപ്പോൾ 0.8 ഏതൊക്കെ രണ്ട് ഹോൾ നമ്പറിൻ്റെ ഇടയിലാണ് കിടക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ലൈനിൽ ഏതൊക്കെ രണ്ട് ഹോൾ നമ്പറിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ 0.8 എന്നാണ് നമ്പർ. അപ്പോൾ അതിൻ്റെ ഹോൾ നമ്പർ പാർട്ട് എന്താണ്? 0. അപ്പോൾ ഈ 0.8 എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? 0 കഴിഞ്ഞിട്ട് വരുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇനി അതിൻ്റെ അടുത്ത നമ്പർ ഏതാണ്? 0 കഴിഞ്ഞ് വരുന്ന അടുത്ത ഹോൾ നമ്പർ ഏതാണ്? 1. അപ്പോൾ 0.8 ഏതൊക്കെ രണ്ട് ഹോൾ നമ്പറിൻ്റെ ഇടയിലായിരിക്കും കിടക്കുന്നത്? 0യുടെയും 1ൻ്റെയും ഇടയിൽ. ഏതാണ്ട് ഇവിടെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ബിറ്റ്വീൻ വിച്ച് ടു ഹോൾ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ആർ ദ ഗിവൺ നമ്പേഴ്സ് ലൈനിൽ 0.8ൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? 0യുടെയും 1ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഹോൾ നമ്പേഴ്സ് ഈസ് നിയറർ ദ നമ്പർ? ഇനി ഈ 0.8 0യുടെ ആണോ 1ൻ്റെ ആണോ കൂടുതൽ അടുത്ത് കിടക്കുന്നത്? അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ലൈൻ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ 0യും 1ഉം മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് എഴുതാം. 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതാണല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ 0.8. ഇനി 0.8 0യുടെ അടുത്താണോ 1ൻ്റെ അടുത്താണോ കൂടുതൽ? ഏത് ഹോൾ നമ്പറിനോടാണ് ചേർന്ന് കിടക്കുന്നത്? 1ൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ, വിച്ച് ഓഫ് ദീസ് ഹോൾ നമ്പേഴ്സ് ഇസ് നിയറർ ദ നമ്പറിൻ്റെ ആൻസർ 1. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ അടുത്ത നമ്പർ 9.3. അപ്പോൾ 9.3 ഏത് രണ്ട് ഹോൾ നമ്പറിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? അതേപോലെ 9.3 ഏത് ഹോൾ നമ്പറിനോടാണ് കൂടുതൽ ചേർന്ന് കിടക്കുന്നത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9.3യുടെ ഹോൾ നമ്പർ പാർട്ട് നോക്കുക, 9. അപ്പോൾ 9.3യുടെ മുമ്പ് വരുന്ന ഹോൾ നമ്പർ ഏതായിരിക്കും? 9. ഇനി 9 കഴിഞ്ഞ അടുത്ത ഹോൾ നമ്പർ ഏതാണ്? 10. അപ്പോൾ 9.3 ഏത് രണ്ട് ഹോൾ നമ്പറിൻ്റെ ഇടയിലായിരിക്കും കിടക്കുന്നത്? ഇവിടെ ആയിട്ടായിരിക്കും 9.3 കിടക്കുക. ഇനി 9.3 എന്ന് പറയുന്നത് 9നോടാണോ 10നോടാണോ കൂടുതൽ ചേർന്ന് കിടക്കുന്നത്? അതറിയാൻ വേണ്ടി നമ്മളിവിടെ നമ്പർ ലൈനിൽ 9, 10 എന്ന് എഴുതാം. ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് എഴുതാം. 9.1, 9.2, 9.3, 9.4, 9.5, 9.6, 9.7, 9.8, 9.9. ഇനി 9.3 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 9.3 ഏതിനോടാണ് കൂടുതൽ ചേർന്ന് കിടക്കുന്നത്? 9നോടാണ് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദീസ് ഹോൾ നമ്പേഴ്സ് ഈസ് നിയറർ ദ നമ്പർ എന്നുള്ള ആൻസർ 9. ഇത് എപ്പോഴും നമ്മൾ ഈ സെക്കൻഡായിട്ട് വരച്ച ഈ ലൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ആസ് ഫ്രാക്ഷൻസ്, റെഡ്യൂസ് ദ ഫ്രാക്ഷൻസ് ടു ലോവസ്റ്റ് ഫോം. അതിൽ ആദ്യ ക്വസ്റ്റ്യൻ 0.6. അപ്പോൾ 0.6നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. 6/10. ഇവിടെ 10 എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരേ ഒരു ഡിജിറ്റേ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് അടിയിൽ 10 വന്നത്. അപ്പോൾ 6/10 എഴുതി. ഇനി 6നെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. 2 × 3. 10നെ എഴുതാം 2 × 5. അപ്പോൾ ഇനി ഇവർ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 2. അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ 3, ഡിനോമിനേറ്ററിൽ 5. അപ്പോൾ ഈ 3/5 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം. അടുത്ത പ്രോബ്ലം 13.7. അപ്പോൾ 13.7നെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 137/10. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരേ ഒരു ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് താഴെ 10 വന്നത്. ഇനി 137ലും 10ലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 137ലും 10ലും കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ 137 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അതിന് ആ നമ്പരും 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ നമ്പരും നമുക്കിങ്ങനെ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നോക്കാൻ അറിയില്ല, അല്ലെങ്കിൽ തന്നെ എല്ലാ പ്രൈം നമ്പറും കാണാതെ പഠിച്ചു വയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വേറൊരു മെത്തേഡ് പറയാം. 10നെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. ഇനി ഈ 2ഓ 5ഓ 137ൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം 137. ഇനി 2 എന്ന് പറയുന്നതിൻ്റെ
മൾട്ടിപ്പിൾ ആണ് 137 എങ്കിൽ 137 എന്ന് പറഞ്ഞ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. പക്ഷേ 137 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് അത് 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 5ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ഓർ 5 ആയിരിക്കണം. പക്ഷേ നമ്മുടെ 137ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 7 ആണ്. അതുകൊണ്ട് ഇത് 5ൻ്റെയും മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 137 2ഓ 5ഓ കോമൺ ഫാക്ടർ ആയിട്ടില്ല, അതുകൊണ്ട് അതിനെ അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ 137/10 2ഉം 5ഉം ഫാക്ടർ ഇല്ലല്ലോ, അപ്പോൾ 10 എന്ന് തന്നെ എഴുതിയാൽ മതി. ഇത് തന്നെയാണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം. അടുത്തതും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക, അതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുക. ക്വസ്റ്റ്യൻ 0.125. ഇപ്പോൾ 0.125നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 3 0 വരും. അപ്പോൾ 125/1000 വന്നു. ഇനി ഇവരെ രണ്ടിനെയും നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതിയിട്ട് കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ 125നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 5 25 വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 5. അപ്പോൾ 125നെ എങ്ങനെ എഴുതാം? 5 × 5 × 5. ഇനി 1000നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ചിട്ട് ചെയ്യാം, കാരണം 1000 ഒരു ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ 500 കിട്ടി. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യാം. അപ്പോൾ 250. വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 125. ഇനി അതിനെ 5 വെച്ച് ചെയ്യുമ്പോൾ 25. വീണ്ടും 5 വെച്ച് ചെയ്യുമ്പോൾ 5. അപ്പോൾ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 × 5 × 5. ഇനി കോമൺ ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/2 × 2 × 2 8. അപ്പോൾ 1/8 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഗ്രേറ്റർ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.3 ഓർ 0.4. അപ്പോൾ ആദ്യം നമ്മൾ ഈ 0.3യുടെയും 0.4ൻ്റെയും ഹോൾ നമ്പർ പാർട്ട് നോക്കാം. രണ്ടും 0 ആണ്. ഇനി ടെൻസിൻ്റെ പ്ലേസ് നോക്കാം. ടെൻസിൻ്റെ പ്ലേസിൽ 3ഉം 4ഉം. അപ്പോൾ അതിലേതാ വലുത്? 4. അപ്പോൾ 0.4 ആണ് വലുത്. ഇനി അടുത്ത പ്രോബ്ലം 1.23 1.2. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് നമ്പറിൽ 1 ഡിജിറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമ്മളിവരെ ഒരേപോലെ ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ് ആക്കാൻ ഈ 1.2ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഇവർ രണ്ടുപേരെ ഹോൾ നമ്പർ പാർട്ട് നോക്കുക. രണ്ടും 1 ആണ്. ഇനി അപ്പോൾ ടെൻസിൻ്റെ പ്ലേസ് നോക്കുക. ടെൻസിൻ്റെ പ്ലേസിൽ രണ്ടിലും 2 ആണ്. ഇനി അപ്പോൾ എന്ത് ചെയ്യുക? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കുക. അപ്പോൾ ഇവിടെ 3 ആണ്. ഫസ്റ്റ് നമ്പറിൽ 3 ആണ്. സെക്കൻഡ് നമ്പറിൽ 0 ആണ്. അപ്പോൾ ഏതായിരിക്കും വലുത്? 3 വരുന്നതല്ലേ വലുത്. അപ്പോൾ 1.23 ആണ് വലുത്. അടുത്ത പ്രോബ്ലം 3.3 ഓർ 3.300. അപ്പോൾ ഇവിടെയും നോക്കുക, ഫസ്റ്റ് നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറേ വരുന്നുള്ളൂ. സെക്കൻഡ് നമ്പറിൽ 3 ഡിജിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്പറിൽ 2 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയില്ലേ? അപ്പോൾ അവർ രണ്ടുപേരും ഈക്വലാണ്.